അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മയും കൂടെ ഒരു പരിപാടിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ചാക്കിൽ പാവയ്ക്ക നട്ടിരിക്കുകയാണ് കേട്ടോ, പാവയ്ക്ക തൈ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ കുറച്ച് തൈകൾ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പം അമ്മ പറയുന്നത് അമ്മ തണ്ണിമത്തൻ്റെ വിത്ത് ഇതിൽ പാവിയിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് അവിടെ പിരിച്ച് നടാൻ വേണ്ടി അമ്മ അവിടെ പടം എടുത്തുകൊണ്ട് രാവിലെ തന്നെ ഇത് അതിലൊക്കെ പിരിച്ച് നടാൻ പോവുകയാണ് കേട്ടോ. തണ്ണിമത്തനാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നടാം. എന്തായാലും പച്ചക്കറി ഐറ്റം ആണല്ലോ, ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. തണ്ണിമത്തനാവാനാണ് സാധ്യത. കാരണം ഒരുപാട് നിൽക്കുന്നത് കൊണ്ട്. കാരണം അമ്മ വിത്ത് ഇവിടെ കൊണ്ടുവന്ന് പാവിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ തണ്ണിമത്തൻ്റെ. അപ്പം അതാവാനാണ് സാധ്യത. അതായത് അവിടെ തടം പിടിച്ച് ഇതെന്തോന്ന് 3 കുഴിയാ, ഒരു വലിയ കുഴിക്കകത്ത് 3 ചെറിയ കുഴി. നട്ട് അതൊരു കാര്യം ചെയ്യാം. ഇല്ല, കുപ്പിയിലെ ഈ വളത്തിന്റെ വെള്ളം ഇത്തിരി ഇരിപ്പുണ്ട്, ഈ പച്ചക്കറിന്റെ. അത് പച്ചവെള്ളത്തിൽ ചേർത്ത് ഇതിന്റെ മുട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. വളം അത് പിടിച്ച് അങ്ങനെ ഈ ഒരു കുഴിയിൽ 3 നട്ട്. ഇനിയുണ്ടോ? ഇവിടെ വാഴയ്ക്ക് കുഴി എടുത്തിട്ടിരിക്കുന്നത്, അതിലാണ് നടുന്നത്. വാഴക്കന്ന് നട്ടിരിക്കല്ലേ അതില്. അപ്പൊ ഇനി ഒരു തടം കൂടി വേണം. അപ്പം അതവിടെ ഒരു തടം കൂടി എടുക്കുകയാണ്. അപ്പോഴേ ഈ പച്ചക്കറി വേസ്റ്റിന്റെ സ്ലറി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇത്ര എടുത്തിട്ടുള്ളൂ. ബാക്കി വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിപ്പോൾ നടുന്നതിലൊക്കെ തളിച്ചു കൊടുക്കാം. അതിലിത് ഇത്രയും വെള്ളം നിറച്ചിട്ടോ. ഇനി അപ്പൊ ഇനി 2-3 തൈകൾ കൂടി നടാനുണ്ട്. തണ്ണിമത്തനാണെന്ന് തോന്നണല്ലേ. ഏതായാലും നിൽക്കട്ടെ. എന്താ വെള്ളം അപ്പം അതിലേക്ക് ഇടാൻ കുറച്ച് കരിയിലയും കൂടി അമ്മ ഇരിക്കുന്നത്. മൂടിപ്പോയോ? അതാ അവിടെ ഒരു കൊക്ക് പറന്നു വന്ന്. നമ്മളിവിടെയൊക്കെ വെട്ടാൻ വന്നപ്പോൾ പക്കീനെയൊക്കെ പിടിക്കാൻ ഒരു കൊക്ക് വന്നു. എന്താണ് കൊക്കെ? എൻ്റെ വെട്ടം കിളക്കൊക്കെ ചെയ്യുമ്പോൾ വല്ലതും പിടിക്കാൻ കിട്ടുമെന്നൊക്കെ വന്നതാണ്. തൈ നടലൊക്കെ കഴിഞ്ഞു. ഇവിടെ 2 തടത്തിലുണ്ട്. പിന്നെ ഇവിടെ വാഴേൻ്റെ മൂട്ടിൽ ഓരോ തൈകൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.